ആശാ വർക്കർമാർക്ക് ഇത് അവഗണനയുടെ 15ാം നാൾ. ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഇപ്പോഴും തീരുമാനമായില്ല. രാഷ്ട്രീയ പിന്തുണ ഏറുന്നതോടെ അതിജീവനത്തിന്റെ സമരമുഖം മാറുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 15ാം ദിവസത്തിലേക്ക് കടന്നിട്ടും സർക്കാർ അനുകൂല നടപടികൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അനിശ്ചിതകാല പണിമുടക്ക് കൂടി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ തീവ്രമാക്കാനാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. സമരത്തിന് പിന്തുണയുമായി വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതാക്കൾ സമരപന്തലിൽ എത്തുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ആശാ വർക്കർമാർ രാവിലെ മുതൽ സമരകേന്ദ്രത്തിൽ എത്തുന്നുണ്ട്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 10ാം തീയതി മുതൽ സമരം തുടങ്ങിയത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തുമെന്ന് KPCC നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സമരരംഗത്തുള്ള ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും അവരോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുമാണ് പ്രകടനം. അതേസമയം ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ ശുപാർശ 3 മാസമായി ധനമന്ത്രിയുടെ ഓഫീസിൽ ഫയലിൽ ഉറങ്ങുകയാണ്. ആശാ വർക്കേഴ്സിന്റെ ജോലി, ഓണറേറിയം സംബന്ധിച്ച വിഷയങ്ങളിൽ പലതവണ മന്ത്രി വീണ ജോർജ് സംഘടനകളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 1000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ ഡിസംബറിൽ ധനവകുപ്പിന് അയച്ചത്. അത് പരിശോധിക്കാൻ പോലും വകുപ്പ് തയ്യാറായിട്ടില്ല. അതിനിടയിലാണ് ആശാ വർക്കർമാരുടെ ഈ സഹന സമരം. ജനം, തിരുവനന്തപുരം.